സ്കൂൾ കോളേജ് എല്ലാവിധ യൂണിഫോമുകളും ഗുണനിലവാരത്തോടെ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ലക്ഷ്മി സിൽക്സ്, താളം തിയേറ്ററിന് സമീപം ഓട്ടുപാറ. വടക്കാഞ്ചേരിയുടെ സ്വകാര്യ പ്രതിഭാസമ്പത്തായ ഭരതന്റെ ഓർമ്മദിനത്തിൽ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ ഭരതം ലളിതം സ്മൃതി നടന്നു. പ്രശസ്ത ഗാനരചയിതാവും കഥാകൃത്തുമായ ഷിബു ചക്രവർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനു മുൻപ് ഞാൻ ജനിച്ചു വീഴുന്ന വീട് തന്നെ പ്രമുഖ പബ്ലിസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയുടെ പരസ്യം ചെയ്യുന്ന, ഔട്ട്ഡോർ പബ്ലിസിറ്റി ചെയ്യുന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് പിന്നെ നാടകവും ഒക്കെ ആയിട്ട് അതുകൊണ്ട് സിനിമ എന്നും കൂടെ ഉണ്ടായിരുന്നു. അക്കാലം മുഴുവൻ ഈ പറയുന്ന ഭരതേട്ടൻ്റെ ഒരു ഓർമ്മകളുടെ വല്ലാത്തൊരു കാലമാണ്. ഒരു വശത്ത് മനോഹരമായ പാതയും മറുവശത്ത് അഗാധമായ ഗർത്തവും ചേർന്നുള്ള ഒരു കാശ്മീർ യാത്ര പോലെ ഭരതനുമായുള്ള സുന്ദരമായ സൗഹൃദത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിച്ചു. കലയിൽ കൂടിയുള്ള ഭരതന്റെ സാമൂഹിക പ്രതിബദ്ധത മുഖ്യാതിഥിയായ സേവ്യർ ചിറ്റലപ്പള്ളി MLA അനുസ്മരിച്ചു. ലൈബ്രറി പ്രസിഡന്റ് V മുരളി അധ്യക്ഷത വഹിച്ചു. ഭരതൻ ചിത്രങ്ങളിലെ പ്രകൃതിയുടെയും സംഗീതത്തിൻ്റെയും മാസ്മരികത ഗാനങ്ങളുടെ അകമ്പടിയോടെ അവതരിപ്പിച്ചുകൊണ്ട് ജയരാജ് വാര്യർ ഭരതൻ സ്മൃതി പ്രഭാഷണം നടത്തി. ഭരതൻ ട്രസ്റ്റ് കൺവീനർ മാരാത്ത് വിജയൻ KPSC ലളിതയെ അനുസ്മരിച്ചു. ലൈബ്രറി സെക്രട്ടറി G സത്യൻ, വൈസ് പ്രസിഡന്റ് ലിസി കോര എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഭരതൻ ചിത്രങ്ങളിലെ ഗാനാലാപനവും നടന്നു.